കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. നല്ല സന്തോഷത്തിലാ പൊന്നു ഗുരുവായൂരപ്പൻ. ഏ ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരാണെന്ന് ചാർത്തിരിക്കുന്നത്. അരയ്ക്ക് കീഴ്പ്പെട്ട കൂർമ്മത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ഇന്ന് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ കൂർമാകൃതിയിൽ കൂർമ്മത്തിന്റെ പുറന്തോട്, ആമയുടെ പുറന്തോട് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ കളഭത്തിന്റെ മുകളിൽ ഇങ്ങനെ കസവ് ഇങ്ങനെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് പൊന്നുഗുരുവായൂരപ്പനല്ലേ കൂർമാവതാരമായിട്ട്. അപ്പൊ കൂർമ്മത്തിന് രൂപം കൊണ്ട് തിളങ്ങിയും കൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് കുർമ്മത്തിന്റെ ഈ രണ്ട് കാലം അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുർമാവതാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിന്റെ നടുവിൽ ഒരു ഗോപി തിലകം, പിന്നെ കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിരിക്കുകയാണ്. നാല് കൈകളോട് കൂടിയാ ചതുർബാഹുവായിട്ടാണ് കൂർമാവതാര മൂർത്തി നിൽക്കുന്നത് കേട്ടോ. ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗദാപത്മത്തോടുകൂടി കൂർമാവതാരമൂർത്തി ശ്രീലകത്ത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല സന്തോഷവും കണ്ടാലേ, അത്ര രസമായിട്ട് ചാർത്തിയിരിക്കുന്നുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദഹാസത്തോടു കൂടി ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ കൂർമാവതാരമൂർത്തി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിൽ 3 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് വെളുത്ത പൂവിൻ്റെ മുകളിൽ കുറച്ച് നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട്, അത് തൊട്ട് മുകളിൽ നല്ല ചുവപ്പുള്ള തെച്ചിപ്പൂവ് മാത്രമായിട്ട് ഒന്ന്, അതിൻ്റെ മുകളിൽ വെളുത്ത പൂവ് മാത്രമായിട്ട് പന്തളവട്ട പൂവ്, അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു വനമാല ചാർത്തിയിട്ടുണ്ട്. എന്താ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കണ്ണിന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് കൂർമാവതാരമൂർത്തിയായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഭക്തന്മാരെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. സച്ചിദാനന്ദ സാമ്രാജ്യ സർവഭൗമത്വമുള്ളവൻ, കംസന്റെ കൂരിരുട്ടാണ്ട കൽത്തുറങ്കിൽ പിറന്നവൻ, ലോകത്തിൻ കർമ്മബന്ധത്തെ ഛേദിപ്പാൻ കൽപ്പെടുന്നവൻ, അമ്മ കെട്ടിച്ച ചരട് പൊട്ടിക്കാൻ പറ്റിടാത്തവൻ, കുന്നും ബ്രഹ്മാണ്ടവും കയ്യിലെടുത്തമ്മാനമാടുവോൻ, പൊന്നിൻ കിണ്ണമെടുക്കുമ്പോൾ ഉണ്ണിക്കൈ കുഴയുന്നവൻ. ഗുരുവായൂരപ്പ. കാമാരി കുറിയിട്ടിടും കാലടിപ്പൊടി ചിന്തുവോൻ, കാമിനി മണിമാർ വെച്ച വിഴുപ്പു കവരുന്നവൻ, യജ്ഞശാലകളിൽ ചെല്ലാൻ ലജ്ജിക്കും പാദമുള്ളവൻ, കൂനിയാതെ വിളിച്ചിക്കോ വീട്ടിൽ പോയി ശീല നൽകിയോൻ, ആ ബ്രഹ്മ സ്തംഭപര്യന്ത ഭോഗത്തിൻ കൊതിയേറ്റവൻ, ഭക്തന്റെ ഉമിയും കല്ലും തിന്നാൻ മതി വരാത്തവൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കൂർമാവതാരമൂർത്തിയായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഏത് പ്രശ്നമെങ്കിലും നമ്മളെ രക്ഷിക്കാം, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് കേട്ടോ. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മനസ്സിലാ കൂർമാവതാരമൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ കൂർമാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നമ്മളെ രക്ഷിച്ചിടാൻ വേണ്ടിയിട്ടാണ് ശ്രീലകത്ത് ആ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ആ മുഖത്തെ നോക്കി ഉറക്ക നാമം ജപിക്കാം. ഭക്തന്മാരെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, പൊന്നു ഗുരുവായൂരപ്പൻ. നാരായണ 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 ഹരേ ഹരേ.